ലോകത്ത് പാപവും തിന്മകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശക്തമായ തീക്ഷ്ണതയുള്ള വിശ്വാസ ജീവിതം നയിക്കുന്ന നിരവധി യുവജനങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ലോകപ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയ. പ്രത്യാശ പകരുന്ന വിശ്വാസ സാക്ഷ്യങ്ങളും വചനപ്രഘോഷണങ്ങളും ദിവ്യകാരുണ്യ ആരാധനയുടെ തിരുമണിക്കൂറുകളുമായി 1,00,000-ൽ പരം കത്തോലിക്ക യുവജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ മെഡ്ജുഗോറിയ നാഥയുടെ തിരുസന്നിധിയിൽ ഒന്നിച്ചുകൂടിയത്. ലോകമെമ്പാടുമുള്ള വിശിഷ്യ യൂറോപ്പിൽ നിന്നുള്ള കത്തോലിക്ക യുവജനങ്ങളുടെ സംഗമമായ മെഡ്ജുഗോറിയ ഇന്റർനാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ മ്ലാഡിഫെസ്റ്റിന്റെ 33ാമത് എഡിഷന് ഓഗസ്റ്റ് 1-നാണ് തുടക്കമായത്. മെഡ്ജുഗോറിയയിൽ നേരിട്ടെത്തിയ 1,00,000-ൽ പരം പേർക്ക് പുറമെ 20 ലക്ഷത്തിൽ പരം പേർ ഓൺലൈനായി ഈ വർഷത്തെ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ലോക യുവജന സംഗമം കഴിഞ്ഞാൽ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ കത്തോലിക്ക യുവജന സംഗമങ്ങളിൽ ഒന്നാണ് മ്ലാഡിഫെസ്റ്റ്. ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ ഫാദർ സ്ലാവ്കോ ബാർബറിക്, ഫാദർ ടെമിസ്ലാവ് വ്ളാസിക് എന്നിവർ 1989-ൽ തുടക്കം കുറിച്ച യുവജന കൂട്ടായ്മ 1,00,000-ൽ പരം പേർ പങ്കെടുക്കുന്ന മഹാസംഗമമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് വിശ്രമമേകാം എന്നതാണ് ഓഗസ്റ്റ് 6 വരെ നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ സംഗമത്തിൻ്റെ ആപ്തവാക്യം. സ്പാനിഷ് മെത്രാൻ സമിതി അധ്യക്ഷനും ബാഴ്സലോണ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഡോൺ ജുവാൻ ഹോസെ ഒമലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെയായിരുന്നു ആരംഭം. മെഡ്ജുഗോറിയയിലെ അപ്പസ്തോലിക പ്രതിനിധിയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ച മോൺസിഞ്ഞോർ ആൽഡോ കാവല്ലിയും നിരവധി വൈദികരും സഹകാർമ്മികരായിരുന്നു. ശ്രദ്ധേയമായ കത്തോലിക്ക സാക്ഷ്യങ്ങൾക്കും ആത്മീയ സന്തോഷം സമ്മാനിക്കുന്ന സ്തുതി ആരാധനകൾക്കും വരും ദിനങ്ങൾ മരിയൻ തീർത്ഥാടന നഗരം വേദിയാകും. 1981-ൽ പ്രദേശവാസികളായ 6 കുട്ടികൾക്ക് മാതാവ് ദർശനം നൽകിയത് മുതലാണ് യൂറോപ്യൻ രാജ്യമായ ബോസ്നിയയിലെ മെഡ്ജുഗോറിയയുടെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് വത്തിക്കാൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും മെഡ്ജുഗോറിയയിലേക്ക് തീർത്ഥാടനം നയിക്കാൻ 2019-ൽ വൈദികർക്ക് വത്തിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും 3.5 ദശലക്ഷം തീർത്ഥാടകരാണ് ഇവിടെ പ്രാർത്ഥിക്കാനെത്തുന്നത്. നിരവധി മാനസാന്തരങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് മെഡ്ജുഗോറിയയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വർഷം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.